ശ്രീ ആർ വി ബാബു, മതാന്ധതയുടെ പേരിൽ നിസ്സഹായരും നിരായുധരുമായ അപരമതസ്ഥരെ കൊന്നൊടുക്കുന്ന ജിഹാദികൾ ലോകസമാധാനത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സ്വന്തം നാട്ടിൽ നിന്നും ഒരു അന്യരാജ്യത്തേക്ക് പറന്നിറങ്ങിയവർ പോറ്റമ്മയോട് എന്ന പോലെയാണ്, അത്യധികം ആദരവോടെയാണ് ആ നാടിനോട് പെരുമാറേണ്ടത്. അവർക്ക് ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉറപ്പ് നൽകുന്ന രാജ്യത്തിന് തന്നെ ഇട്ട് പണി കൊടുക്കുന്നതിൽ ഒട്ടും നൈതികതയില്ല. ജിഹാദികൾക്ക് എന്ത് നൈതികത എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഈ പേപ്പട്ടികൾ ആഗോള സമാധാനത്തിൻ്റെ ഭഞ്ചകരായി അഴിഞ്ഞാടുകയാണ്. ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഈ വേട്ടപ്പട്ടികളെ കൂട്ടേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റി ലോകരാഷ്ട്രങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ടതല്ലേ? ഈ മാനവരാശിക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വലിയൊരു ഭീഷണിയാണ് ഇസ്ലാമിക മതഭീകരവാദം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് യൂറോപ്പിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലടക്കം, പിന്നെ ഫ്രാൻസ്, അതേപോലെ ഈവൻ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആധിക്യം വളരെ വലിയ തോതിൽ. ഇപ്പോൾ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചത് പരസ്യമായി ഇസ്രായേലിന് എതിരായിട്ട് നിലപാടെടുക്കുകയും ഹമാസിനെ പിന്തുണയ്ക്കുകയും പാലസ്തീൻ അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വിജയിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയുടെ പ്രഖ്യാപിതമായ രാഷ്ട്രത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു നരേറ്റീവ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയും അതിൽ പെട്ടുപോകുന്ന കുറേ ആളുകൾ മാംദാനിക്ക് അനുകൂലമായി അവിടെ വോട്ട് രേഖപ്പെടുത്തി ഈ ഹമാസിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു ഭരണകൂടം തന്നെ ന്യൂയോർക്കിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ, അല്ലെങ്കിൽ ഈ ഹമാസിനെയും പാലസ്തീനെയൊക്കെ പിന്തുണയ്ക്കുന്നവർക്ക് കൈയടിച്ച് അതിനെ അംഗീകരിക്കാൻ കഴിയുമെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്ക നേരിടുന്ന വലിയൊരു ഭീഷണിയാണത്. കാരണം ഒരു തത്വദീക്ഷയുമില്ലാതെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുകയും അവർക്കവിടെ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും, അത് ഓസ്ട്രേലിയ ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, ഫ്രാൻസൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഭീകരത അല്ലെങ്കിൽ വിപരീത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിൻ്റെ സെമറ്റിക് സ്വഭാവം എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യലിസം അല്ലെങ്കിൽ ഈ മതേതരത്വം എന്നുള്ളതിൻ്റെയൊക്കെ നമുക്ക് കളിത്തൊട്ടലായിട്ട് അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഈ ഫ്രാൻസ്. ഡെമോക്രസിയുടെ ഒരു കളിത്തൊട്ടലായിട്ട് അറിയപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ്. അപ്പോൾ അവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ തോതിലുള്ള ഭീകരവാദികൾക്കൊക്കെ അഴിഞ്ഞാടാൻ പറ്റുന്ന രാജ്യമായിട്ടത് മാറുകയും ഫ്രാൻസിൻ്റെ പൊതു ജീവിതത്തെ തന്നെ വളരെയധികം ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ മതഭീകരവാദം ഫ്രാൻസിൽ പിടിമുറുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടതാണ്. ബ്രിട്ടൻ അത് വളരെയധികം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവുമെന്ന് വെച്ചാൽ, ഈ മാനവികത, മനുഷ്യ സാഹോദര്യം, മതേതരത്വം എന്നൊക്കെ പൊതിഞ്ഞു പിടിച്ച് പറയുന്ന ഈ കേരളത്തിലെ ഈ അർബൻ നക്സലുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷ സമൂഹമോ ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന അതേ പാറ്റേണിലുള്ള ആളുകൾ അവിടത്തെയൊക്കെ ജനങ്ങളെ അല്ലെങ്കിൽ ഭരണകൂടത്തെ സ്വാധീനിക്കുകയോ രാജ്യത്തിൻ്റെ നയത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുകയോ ചെയ്യുന്നതിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രാജ്യങ്ങൾ, അവർ ഇപ്പോൾ ഇവൺ ഇസ്ലാമിക രാജ്യങ്ങളടക്കം കടുത്ത നിലപാടുകൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ എടുക്കുമ്പോൾ പോലും വളരെ മൃദുവായിട്ടുള്ള സമീപനം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, അതേപോലെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്തതിൻ്റെ പരിണത ഫലമാണ്. അതാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമ്മൾ കണ്ടത്. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വളരെ ശക്തമായ നിലപാട് ഈ ഇസ്ലാമിക കടന്നുകയറ്റത്തും കുടിയേറ്റത്തിനെതിരായിട്ടും എടുത്തെങ്കിൽ അവിടെയൊക്കെ പിന്നീട് വളരെ ലിബറൽ സമീപനം ഓസ്ട്രേലിയ എടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. അതിൻ്റെ പരിണത ഫലമാണ്. ഇപ്പോൾ നമുക്ക് ലോകത്തെമ്പാടും ഈ തരത്തിലുള്ള ഭീകരവാദത്തിൻ്റെ ശക്തമായ സ്വാധീനം ലോകത്തിൻ്റെ മാനവരാശിയുടെ സാഹോദര്യം, സമാധാനം, മതേതര സമീപനം ഇതിനെയൊക്കെ തകർക്കുന്ന തരത്തിൽ വളർന്നു വരികയാണ്. മതം അതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു. ഇവിടെ തന്നെ നോക്കൂ, നമ്മൾ പാകിസ്ഥാൻ പാകിസ്ഥാൻകാരായിട്ടുള്ള 2 പേര്, 50 വയസ്സുള്ള അച്ഛനും 25 വയസ്സോ മറ്റുള്ള മകനും ചേർന്ന് 10 വയസ്സുള്ള കുട്ടിയെ വരെ നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയാണ്.
ജൂതരുടെ മറ്റേ മത പുരോഹിതനായിട്ടുള്ള റാബിയെ കൊല്ലുന്നു, 80 വയസ്സുള്ള ആളെ കൊല്ലുന്നു. നിഷ്കരണം. വളരെ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട, അല്ലെങ്കിൽ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മളതും കാണാതിരുന്നുകൂടാ. ഒരു ചർച്ചയിൽ നമുക്കത് പറയാതിരിക്കാനും പറ്റില്ല. കാരണം ഈ ഭീകരവാദികൾക്കെതിരായ നിലപാടെടുത്ത അയാളും ഒരു മുസ്ലിമാണ്. അയാളാണ് അൽ അഹമ്മദ് എന്ന് പറയുന്ന, അയാളുടെ പേര് അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയുള്ള ഒരാളാണ്, ഒരു പഴക്കച്ചവടക്കാരനായിട്ടുള്ള ആൾ. അദ്ദേഹമാണ് ഈ ഭീകരവാദിയെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ മുഴുവൻ മുസ്ലിം സമൂഹത്തെയും നമുക്ക് ഭീകരവാദികളാണ് എന്ന് മുദ്ര കുത്തേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ വളർത്തിയെടുക്കാൻ താലോലിക്കുന്നതിൽ അവരെയൊക്കെ ഇസ്ലാമോഫോബിയയുടെ പേരിലാണ് ഭീകരവാദത്തെ എതിർക്കുന്നത് എന്ന ഒരു ന്യായം സൃഷ്ടിച്ച് ഭീകരവാദത്തെ വളർത്തിയെടുക്കുന്നത്, താലോലിക്കുന്നതിലൊക്കെ വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഈ ബുദ്ധിജീവികൾ, സാംസ്കാരിക ജീവികൾ, പിന്നെന്താണ് മാനവ സാഹോദര്യത്തിൻ്റെ വക്താക്കൾ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. അവരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. സത്യത്തിൽ അവർ ഈ പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭീകരവാദത്തെ വെള്ളപൂശുക. ഭീകരവാദത്തെ നോക്കൂ, എന്നെ അത്ഭുതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുകയോ ഞെട്ടിപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആലങ്കാരികമായി പറഞ്ഞതാണ്. കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുവരികയാണ്. ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണം ഉണ്ടായി. പഹൽഗാമിലെ ഭീകരവാദത്തെ തള്ളിപ്പറയാനോ, ആ ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണം, അവരെ നിഷ്കരണം ഇല്ലാതാക്കണം എന്ന് പറയുന്നതിലല്ല നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ലെഫ്റ്റ് ലിബറൽസ് ശ്രമിച്ചത്. ഉടനെ തന്നെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ്, ഇന്റലിജൻസ് വീഴ്ചയാണ് എന്നുള്ള രീതിയിൽ ഭീകരവാദത്തെ അവർ തള്ളി പറയുന്നില്ല. ഭീകരവാദികൾക്കെതിരെ ഒരു ശബ്ദം ഉയർത്തുന്നില്ല. ഇപ്പോൾ നോക്കൂ, ചെങ്കോട്ടയിൽ ഭീകരാക്രമണം ഉണ്ടായി. ചെങ്കോട്ടയിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്താണ് നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ആരും ഭീകരവാദികളെ തള്ളി പറയുന്നില്ല, മറിച്ച് അത് ഇന്റലിജൻസ് വീഴ്ചയാണ്, സുരക്ഷാ വീഴ്ചയാണ്, അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. സർക്കാരിനെ കുറ്റപ്പെടുത്തൂ, സർക്കാർ കുറ്റപ്പെടുത്തണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷേ പ്രഥമവും പ്രധാനവുമായിട്ട് ചെയ്യേണ്ടത് എന്തായിരുന്നു? ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഈ ഭീകരവാദത്തെ തള്ളിപ്പറയുക, ഭീകരവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയുക, അതിനെ പാലൂട്ടി വളർത്തുന്നത് തള്ളിപ്പറയുക, അവരെ ശക്തമായി അടിച്ചമർത്തണം എന്ന് പറയുക. ഇങ്ങനെ ഒരു സമീപനം നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നോ, സാംസ്കാരിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ, ഈ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവരാണ് ഈ ഇസ്ലാമിക സമൂഹത്തിനുള്ളിലെ സമാധാനപ്രിയരായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളെ വരെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ആളുകളാണ്. നമ്മൾ പറയാറുണ്ട് മുഹമ്മദ് അലി ജിന്ന യഥാർത്ഥത്തിൽ ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു എന്ന് നമുക്കറിയാം. എപ്പോൾ 1920-21 കാലഘട്ടം വരെ മുഹമ്മദ് അലി ജിന്ന എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തെ വെട്ടിമുറിക്കാൻ പ്രധാന കാരണക്കാരനായിട്ടുള്ള ആൾ, അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള മുസ്ലിം ആയിരുന്നു. ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആ മുസ്ലിമിനെ ഒരു വർഗീയവാദിയായ, ഒരു വിഭജനവാദിയായ മുസ്ലിമാക്കി മാറ്റിയതിൽ അന്നത്തെ കോൺഗ്രസിന്റെ നിലപാടുകളെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആ നിലപാട് തന്നെയാണ് കോൺഗ്രസിനും കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും തുടരുന്നത്. ഒരു സാധാരണ മുസ്ലിമിനെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ അത് പറഞ്ഞാലേ അവന് നിലനിൽപ്പുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് തള്ളിവിടുന്ന തരത്തിൽ അതിൻ്റെ ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്നത്, അത് ആഗോളതലത്തിൽ ഒന്നും വ്യത്യാസമില്ല. ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരായാലും അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരായാലും സാംസ്കാരിക എല്ലാവരുടെയും പൊതു സ്വഭാവം ഒന്ന് തന്നെയാണ്, DNA ഒന്ന് തന്നെയാണ്. അവരെ പിൻപറ്റി നമ്മുടെ നാട്ടുകാർ പ്രവർത്തിക്കുന്നോ, അല്ലെങ്കിൽ നമ്മളെ പിൻപറ്റി അവർ ആ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നോ, ഏതായാലും ശരി, നിലപാടിൽ അത്തരത്തിലുള്ള ഒരു മൃദുവായ സമീപനം, ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന സമീപനം ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ. ഈ അടുത്ത ദിവസമാണ് നമ്മുടെ നാട്ടിലെ ഒരു IAS ഉദ്യോഗസ്ഥ ജിഹാദിനെ കുറിച്ച് വളരെ പൊലിപ്പിച്ച് അതിൻ്റെ പവിത്രത ചൂണ്ടിക്കാണിച്ച് ജിഹാദ് എന്താണെന്ന് പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഖുറാൻ വായിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അതോടെ അവർ ഖുറാൻ വായിച്ചിട്ടില്ല എന്ന്, ഖുറാൻ വായിച്ച ഏതൊരു വ്യക്തിക്കും എന്താണ് ജിഹാദ് എന്ന് മനസ്സിലാക്കാൻ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ ഖുറാൻ എന്നുള്ള ഗ്രന്ഥത്തിന് പ്രത്യേകമായ ഒരു വ്യാഖ്യാനവും വേണ്ട, ഒരു ഇൻ്റർപ്രിട്ടേഷനും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നേരെ വായിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഗീത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉപനിഷത്തുകൾ വായിക്കുമ്പോൾ, വേദങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളോ അത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഖുറാൻ വായിച്ചാൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, നേരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്.
അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇവർ ഒരു IAS ഉദ്യോഗസ്ഥ അയ്യരോ ദിവ്യ IAS അയ്യരോ ആരൊക്കെ ആയാലും ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുകയാണ്. ഇങ്ങനെ വെളുപ്പിച്ചെടുക്കുന്ന അതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഈ ജിഹാദ് ശരിയാണ്, ജിഹാദ് മഹത്വപരമായ കാര്യമാണ്, ഇതാണ് ശരി എന്നുള്ള ചിന്ത ഈ പറയുന്ന ഭീകരവാദികൾക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടന്നു വരുന്നത്. അപ്പൊ ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ സാധാരണ മുസ്ലിങ്ങളെ പോലും ഭീകരവാദികളാക്കി മാറ്റുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. അപ്പോൾ അതാണ് തുടക്കത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാം. ഈ ഭീകരവാദത്തിന് ഭീകരവാദികളെ സൃഷ്ടിക്കുന്നതിൽ ഒക്കെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവരാണ് സമൂഹത്തോട് ഉത്തരം പറയേണ്ടത്, സമാധാനം പറയേണ്ടത്. ഈ തരം ഭീകരവാദികൾ അഴിഞ്ഞാടുന്നതിൽ യഥാർത്ഥത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ഈ തരം വാദങ്ങളുമായി നടക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തെ പ്രാഥമികമായി കാണുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത്.